ഈ മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ മാന്യ ബയോട്ടോറിയം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിലേക്ക് വന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. ഈ ബിസിനസ്സിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മിക്കവർക്കും അറിയാം, എന്നാലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. പേര് പ്രഭാകരൻ എന്നാണ്. ഞാനൊരു കഴിഞ്ഞൊരു 35 വർഷം പാലക്കാട് ജില്ലയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് സർവീസിലൊരു കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ മാലൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസം. ഈ ബിസിനസ്സിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ വാടകരയുള്ള രാജേഷ് സാറാണ് എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. മകനാണ് എനിക്ക് അവസരം കാണിച്ചു തരാൻ ഉള്ളൊരു അവസരം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇത് നിങ്ങളെല്ലാം പോലെ തന്നെ തുടക്കത്തിൽ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊരു മസിലൊക്കെ പിടിച്ചിട്ടാണ് ഈ ഇത് കേൾക്കുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ ഒരു ഗവൺമെന്റ് മേഖലയിൽ ഗസറ്റ് തസ്തികയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാള് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ചെറിയൊരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ച് പതുക്കെ ഇതിലേക്ക് വന്നു. ഇന്ന് വളരെ സജീവം വെച്ചാൽ ഫുൾ ടൈം ആയി ഇനിയും ഇറങ്ങിയിട്ടില്ല, സജീവമായി ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു മേഖലയിലൂടെ ഏത് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ കൂടുതൽ ഈ അവസരത്തിൽ നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇന്ന് എന്തായാലും നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ വടകരയിലുള്ള വില്യാപ്പള്ളി എന്ന സ്ഥലത്തുള്ള വിജയ സാർ എന്ന് പറയും, വിജയാട്ടനാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിജയാട്ടൻ. അപ്പോൾ വിജയ സാറ് ഈ ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്താണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ എന്നുള്ള ആ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി ഇന്ന് സംസാരിക്കാൻ കഴിയുന്ന ഏതാനും ലീഡേഴ്സിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ വിജയൻ സാറ്. ഞാൻ വിജയൻ സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഈ സുംപാറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വിജയ് സാർ. വെൽക്കം. Thank you, sir. Thank you, Prabhakar sir. Thank you. Very, very thank you. Good morning, all leaders. കുറച്ച് ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മോർണിംഗ് മീറ്റില്. ഞാൻ എന്തായാലും ചില ഇടയ്ക്കൊക്കെ കയറാറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ വളരെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള ഓരോ ദിനങ്ങളും സമ്മാനിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മോർണിംഗ് മീറ്റ്. അതുകൊണ്ട് തന്നെ ഒരു വർക്കിനിറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാവിലെ നമ്മൾ മൊബൈല് ചാർജ് ചെയ്ത് പിന്നീട് ആ ദിവസം മുഴുവൻ രാത്രി വരെ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. രാത്രി വീട്ടിലെത്തുമ്പോഴത്തേക്ക് മൊബൈൽ ചാർജ് കുറഞ്ഞതായിട്ട് കാണാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും അത് ചാർജ് ചെയ്യും, വീണ്ടും ഉപയോഗിക്കും. ഇതേപോലെ ഓരോ വ്യക്തിയെയും ചാർജ് ചെയ്ത് ഫീൽഡിലേക്ക് വിടുകയും ഫീൽഡിൽ നിന്നും ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും നമ്മളിലേക്ക് കിട്ടും. അതോടുകൂടി രാത്രി വീട്ടിലെത്തുമ്പോൾ ആ കുറഞ്ഞ ചാർജൊക്കെ വീണ്ടും രാവിലെ നമുക്ക്
ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും ഫീൽഡിൽ വളരെ പവർഫുൾ ആയിട്ട് ഒരു ഡയറക്റ്റ് സെല്ലർ എന്ന രീതിയിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു മോർണിംഗ് പ്ലാറ്റ്ഫോമാണ് 7 AM ക്ലബ്. അപ്പൊ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ ഈ ഇൻഡസ്ട്രിയോടുള്ള അടങ്ങാത്ത ആവേശം. അതിന് ഓരോ ദിവസവും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ ചാർജ് ഫുൾ ആക്കിയിട്ട് ഇറക്കാനുള്ള വലിയ വലിയ ലീഡേഴ്സ്, ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരുപാട് അച്ചീവ്മെന്റുകൾ നേടിയ, ഒരുപാട് കഴിവുകളുള്ള ഗുരുതുല്യരായ ലീഡേഴ്സ് ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു നല്ല നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരെയും ഞാനും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ എന്ന് പറയുന്നത് അത് അറിയാവുന്ന ആൾക്കാരാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. പുതിയ ആൾക്കാര്, പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പുതിയ ജോയിനിങ് ചെയ്ത് ഉടനെയുള്ള പിറ്റേ ദിവസം തന്നെ ഈ സൂമിലേക്ക് കയറുന്ന ആൾക്കാരൊക്കെ കുറവാണ്. കൂടുതലും എപ്പോഴും കാണുന്ന മുഖങ്ങളാണ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പവർ നന്നായിട്ട് അറിയുന്ന വ്യക്തികളാണ്. എന്നിരുന്നാലും നമ്മൾ ഓരോ ദിവസവും അഥവാ ആ മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അത് നമ്മളെ കൂടുതൽ ആ ഇൻഡസ്ട്രിയെ കൂടുതൽ അടുപ്പിക്കുവാനും അതിൽ ഒരു കൺസിസ്റ്റൻസി പാലിക്കുവാനും ഉള്ള ഒരു പ്രചോദനം എന്ന രീതിയിലാണ് നമുക്ക് അതിനെക്കുറിച്ച് ഉള്ള അറിവുകൾ കൂടുതൽ കിട്ടുമ്പോൾ. അപ്പൊ എന്തായാലും നമുക്കറിയാം, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. കുറെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുക, കുറെ ആൾക്കാരെ അതിലേക്ക് എന്താ പറയാ ചേർക്കുക, അല്ലെ? ഇങ്ങനെ ആ രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയെ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ ചേർത്തിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ ലക്ഷ്യം കുറെ വരുമാനമാണ്. അപ്പൊ ആ ഒരു വരുമാനത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് അപ്പൊ ആ രീതിയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കാണുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് ശരിക്കും അതൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കമ്പനി ആയിരിക്കണം, അതേപോലെ തന്നെ നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. അതിൽ കറക്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനനുസരിച്ചുള്ള വാല്യൂ ഉള്ള പ്രൈസ് ആയിരിക്കണം. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇതും കൂടാതെ തന്നെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബിൽഡിംഗ് എ കസ്റ്റമർ കമ്മ്യൂണിറ്റി, ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൽ അനന്തമായ സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, നമുക്കതിൽ പ്രോഡക്റ്റ് സെല്ലിങ്, അതേപോലെ തന്നെ ലീഡേഴ്സ് ക്രിയേഷൻ, അതുപോലെ തന്നെ നമുക്കിതില് റീപർച്ചേസ്, ഏത് കമ്പനി എടുത്തു നോക്കിക്കഴിഞ്ഞാലും റീപർച്ചേസ് ഉള്ള ഒരു കമ്പനി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. വിദൂരമായ അല്ലെങ്കിൽ അനന്തമായ സാധ്യതകളിലേക്ക്, അനന്തമായ വരുമാനത്തിലേക്ക്, അനന്തമായ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മളെ ബയോട്ടോറിയം എന്ന കമ്പനിയെ കുറിച്ച് പറയുകയാണ്. നല്ല പ്രോഡക്റ്റ് ആണ്, യൂണിക് പ്രോഡക്റ്റ് ആണ്, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, അതുപോലെ തന്നെ റീപർച്ചേസ് ഉള്ള ഒരു കമ്പനിയാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ബയോട്ടോറിയം എന്ന കമ്പനിയിലാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനി ചെയ്യുമ്പോൾ ഇതിന്റെ പവർ എങ്ങനെ നമ്മളിലേക്ക് അത് വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് അത് വളർത്തിയെടുക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ചുരുക്കം ചില കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോ ഇതിലേറ്റവും വേണ്ടത്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുഴുവനും എല്ലാവർക്കും അറിയാവുന്ന കാര്യം.
വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. കാരണം ഡയറക്റ്റ് സെല്ലിങ്ങിൽ എപ്പോഴും അറിയുന്ന കാര്യങ്ങൾ തന്നെ കൂടുതൽ കൂടുതൽ പറഞ്ഞ് കേൾക്കുന്നത് കേട്ട് കേട്ട് നമ്മൾ പഠിച്ച് മറ്റുള്ളവരോട് പറയുന്ന സമയത്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി തുറക്കുന്നത്, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് മനോജ് സാർ പറയുന്ന പോലെ സീ മോർ പീപ്പിൾ എന്ന് പറയുന്ന പോലെ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യുക, വീണ്ടും വീണ്ടും കേൾക്കുക, നല്ല കേൾവിക്കാരനാകുക. അതിലൂടെ നമുക്ക് നല്ല ഒരു ബിസിനസ് കോച്ചായിട്ടോ ട്രെയിനറായിട്ടോ നല്ല ലീഡറായിട്ടോ മാറാനുള്ള കഴിവുകളും. ഇതിനാദ്യം വേണ്ടത് ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും ഒരു ചെറിയ സമയത്ത് കുറച്ച് സെയിൽ കുറയുമ്പോൾ ഒന്നുമില്ല, വളരെ മോശമാണ്, ആരുടെ അടുത്ത് പൈസ ഇല്ല, ഞാൻ കുറെ ആളെ സമീപിച്ചു, ഈ മാസം ഇങ്ങനെ പോകട്ടെ, ആ ഒരു മൈൻഡിൽ നിന്ന് മാറും. അത് ഏത് ബിസിനസിന്റെയും ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് ബിസിനസിന്റെ ഒരു സ്വഭാവമാണ്. അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് വളരെ ഹൈ ലെവലിൽ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക. ആ സമയങ്ങളിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക, ടീമിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും നല്ലത് നമ്മളെ ചിന്തകൾ പോസിറ്റീവ് ആക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട്. എപ്പോഴും ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവറിൽ ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ടാൽ മാത്രമേ അതിന്റെ ശരിയായ രീതിയിൽ നമുക്ക് ഇതിനെ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് 100% ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വേണം. രണ്ടാമത്തത്, നമുക്ക് നമ്മളെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ കോമ്പറ്റീഷൻ ഇല്ല, നോ കോമ്പറ്റീഷൻ, ഓൺലി കോഓപ്പറേഷൻ. ഓൺലി കോഓപ്പറേഷൻ. കാരണം ഇവിടെ നമുക്ക് മത്സരിക്കാൻ നമ്മൾ തന്നെയാണ്, അല്ലാതെ നമുക്ക് മത്സരിക്കാൻ മറ്റൊരാളില്ല. ഇവിടെ സഹകരണമാണ്, എല്ലാവരുമായിട്ട് സഹകരണം. നമുക്കറിയാം, നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്റെ ടീം ഉണ്ടാവാം, സലീം സാറിന്റെ ടീം ഉണ്ടാവാം, പ്രഭാരൻ സാറിന്റെ ടീം ഉണ്ടാവാം, ഗീതാ പ്രകാശ് മാഡത്തിന്റെ ടീം ഉണ്ടാവാം, മുല്ലക്കോയ തങ്ങളുടെ ടീം ഉണ്ടാവാം, അല്ലെ? ഇങ്ങനെ ഓരോ ഡാനി സാറിന്റെ ടീം ഉണ്ടാവും. ഇങ്ങനെ നിരവധി ടീമിന്റെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്, ഒന്നിച്ചുള്ള ഒരു വേദികളാണ് പല മീറ്റിംഗ് സെന്റർ. ഇവിടെ നമ്മൾ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. ഇവിടെ ഒരിക്കലും മത്സരമല്ല, ഒരു കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല ഇത്. ഇതെല്ലാവരും സഹകരണത്തോടു കൂടി ചെയ്യുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇൻഡസ്ട്രി നമുക്ക് മറ്റൊരുത്തരും ഒരു ഭാഗത്തും കാണാൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളിലും ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ മത്സരങ്ങൾ കൂടുതലാണ്. ഒരു വ്യക്തി ഉയർന്നു വരുമ്പോൾ മറ്റൊരു വ്യക്തി അവിടെ ബിസിനസ് കുറയുന്നത് നമുക്ക് കാണാം. ഇപ്പൊ പുതിയ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ടൗണുകളിൽ വരുമ്പോൾ ഒരുപാട് കച്ചവടക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കാണാം. അപ്പൊ ആ രീതിയിലാണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ സഹകരണങ്ങളാണ് കൂടുതലുള്ളത്, ഇവിടെ മത്സരങ്ങൾ കുറവാണ്. മറ്റൊന്ന്, ഗോൾ ഓറിയന്റഡ് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ബിസിനസ്സിൽ ഓടിച്ചാടി നടന്ന് ബിസിനസ് ചെയ്യുന്നു. പക്ഷെ എങ്ങോട്ടാണ് ഇത് പോകുന്നത്, എവിടത്തേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കുറെ ആൾക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടാവും. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും ഒരുപാട് സെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. ഇങ്ങനെ സെയിൽസ് എടുക്കുക, അന്ന് ഒരു ഫാമിലി ബോണസ്, ഇനി ഒരു അടുത്ത ആഴ്ച ഒരു ഫാമിലി ബോണസ്, ഈ രീതിയിൽ ഗ്യാപ്പ് വന്നുകൊണ്ട് ഫാമിലി ബോണസുകളും കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് അതിനു വേണ്ടി ഇങ്ങനെ നമ്മളെല്ലാവരും ടീമിനെ വിളിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ അതല്ല നമുക്ക് വേണ്ടത്, ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ്. ഇന്ന് ഇത്ര ആൾക്കാരെ ഞാൻ കണ്ടിരിക്കും, ഈ ആഴ്ച എനിക്ക് ഇത്ര വരുമാനം, നമ്മളൊരു ഗോളായിട്ട് അത് സെറ്റ് ചെയ്യണം. ഓരോ ദിവസത്തെ ഗോളും
ഓരോ ആഴ്ചയിലെ ഗോളും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വർക്ക് കൊടുക്കണം എന്നുള്ളത്. ആ ഒരു രീതിയിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റിനെ വളർത്തിയെടുക്കണം. എല്ലാവരും ഗോൾ എഴുതി വെക്കും, ഗോൾ കാർഡ് ഉണ്ടാക്കും എന്നൊക്കെ ട്രെയിനിങ്ങിലും മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഘോരം പ്രസംഗിക്കും, അല്ലെങ്കിൽ പറയും. എല്ലാവരും അത് നോട്ട് ചെയ്യും ഡയറിയിൽ, ഗോൾ സെറ്റ് ഇതൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് വ്യക്തമായ ഒരു ഗോൾ സെറ്റ് മൈൻഡ് സെറ്റിലേക്ക് അത് വന്നിട്ടുണ്ടാവില്ല, നോട്ട് ബുക്കിലേക്ക് വന്നിട്ടുണ്ടാവും. അതെന്തായാലും ലീഡേഴ്സ് കാണുമല്ലോ. അപ്പൊ അത് എഴുതിയെടുക്കാതെ രക്ഷയില്ല, അല്ലെ? ഇല്ലെങ്കിൽ പറയും, ഇവിടെ ആർക്കും വേണ്ട, ഒന്നും പഠിക്കണ്ട, നോട്ട് ബുക്ക് എടുക്കില്ല, പെണ്ണെടുക്കില്ല, വന്ന് ഇവിടെ ഇരുന്ന് പോകും എന്നുള്ള രീതിയിലേക്കൊക്കെ പറയും. പക്ഷെ മൈൻഡ് സെറ്റ് ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ഗോൾ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്. പിന്നെ നാലാമത് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ടീം സ്പിരിറ്റ് വേണം. ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കാൻ. ഇൻഡിവിജ്വൽ എഫേർട്ട്, ഇൻഡിവിജ്വൽ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ തളർത്തും. കാരണം നമുക്കറിയാം, നമ്മൾ പണ്ട് കാലങ്ങളിലെ ചെയ്യുന്ന ജോലികളൊക്കെ ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തി, ഞാൻ ഇന്ന് ജോലിക്ക് പോയാൽ എനിക്ക് വരുമാനമുണ്ട്. അവിടെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ജോലി ചെയ്യാം. ഇവിടെ ഒരു ടീം സ്പിരിറ്റ് ഇല്ല. അതിന്റെ തിരക്കുകളും അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് വളരുന്നവരാണ്. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു ടീമിനെ കൂട്ടി നമ്മുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോഴും പലരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, 1-2 ആൾക്കാർ കൂടെ ഉണ്ടാവും. പക്ഷെ ആ ഒരു വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ടീമിനാണ് കൂടുതൽ വരുമാനവും, ആ ടീമാണ് കൂടുതൽ പെർഫോമൻസും ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട രീതിയിൽ നമുക്ക് ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ അതെന്ത് ചെയ്യണം, ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു സക്സസ് മെന്റാലിറ്റി വേണം. ഒരു സക്സസ് മെന്റാലിറ്റി വേണം. നമുക്കറിയാം, ഇൻഡസ്ട്രി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ആ ഒരു സക്സസ് മെന്റാലിറ്റി കൂടുതലുള്ള ഇൻഡസ്ട്രിയാണ്. മറ്റ് ജോബ് മേഖലയായാലും അല്ലെങ്കിൽ മറ്റേത് മേഖലയായാലും ഒരു വ്യക്തി ജോലിക്ക് പോകുന്നു, രാവിലെ വീട്ടിൽ നിന്ന് അതിരാവിലെ എഴുന്നേൽക്കുന്നു, അവരുടെ ഷർട്ട് അയൺ ചെയ്യുന്നു, പാന്റ് അയൺ ചെയ്യുന്നു, ഇതാ വേഗം പോയി കുളിക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ഭയങ്കര ബിസി ആയിരിക്കും. ഈ ഒരു ബിസിയോടുകൂടി അവർ വേഗം പെട്ടെന്ന് ടിഫിൻ എടുക്കുന്നു, അതില് ടിഫിൻ ബോക്സുമായിട്ട് ജോലി സ്ഥലത്തെത്തുന്നു, ആ ജോലി കഴിഞ്ഞ് നേരെ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ഇതൊക്കെയാണ് ഒരു ആക്ടിവിറ്റീസ് കാണുന്നത്. പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം ജോലി എടുത്ത് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങണം. ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ കിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയാൾക്ക് അറിയാം, എനിക്ക് ഇന്ന് പോയാൽ 1000 രൂപയെ കിട്ടും, നാളെ പോയാൽ 1000 രൂപയെ കിട്ടും, ഇത് കൂട്ടി വെച്ച് 7 ദിവസം പണിയെടുത്താൽ 7000 രൂപയെ കിട്ടും. അവിടെ എങ്ങനെ സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടാകാൻ പറ്റില്ല. ഇനി ലോട്ടറി ഒക്കെ എടുത്തിട്ട് വേണം ആ മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ, അല്ലെ? എനിക്ക് സക്സസ് ആവണോ, എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണോ. അപ്പൊ പിന്നെ ജോലി ചെയ്താൽ ഇത് നടക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടിക്കറ്റ് എടുക്കും, അത് സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കും, ഇതിലെ ഞാൻ വിജയിക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാത്രമേ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, ഡയറക്റ്റ് സെല്ലിങ്ങിനെ സംബന്ധിച്ച് സക്സസ് മെന്റാലിറ്റി 100% ആവശ്യമാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സക്സസ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അതില്ലാത്ത ആൾക്കാരെ നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിലും കാണാം. എപ്പോഴെങ്കിലും ലീഡേഴ്സ് വിളിക്കുമ്പോൾ, ഓക്കെ സർ, നാളെ ഞാൻ എന്തായാലും മീറ്റിങ്ങിന് വരും, ഓക്കെ നോക്കാം, ഒരാളെ കിട്ടുമോ നോക്കട്ടെ, എല്ലാവർക്കും കല്യാണം, ഇന്ന് കുറെ ആളെ ഞാൻ വിളിച്ച ആൾക്കൊക്കെ വീട്ടിൽ കൂടുതലും കല്യാണമൊക്കെ ആയിട്ടാണ് പറഞ്ഞത്, എന്തായാലും ഞാൻ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും എത്തും. ഈ രീതിയിലേക്ക് മാറും. അപ്പൊ അവിടെ ഒരു സക്സസ് മെന്റാലിറ്റി, ഒരു പ്ലാനിങ്ങോ അല്ല നടക്കും. അപ്പൊ നമുക്ക് ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മളെ മാറ്റാൻ കഴിയണം. അത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി ഇതിലൊരു മർമ്മപ്രധാനമായ കാര്യം സ്കിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ലേണിംഗ് ന്യൂ സ്കിൽസ് ഈസ് എ വാല്യൂ എന്നാണ്. അപ്പൊ നമ്മള് സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ സ്കില്ലുകളൊക്കെ എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ
ട്രെയിനിങ് പ്രോഗ്രാമുകൾ, NTO, മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, ബുക്സ് വായിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നല്ല സ്കില്ലുണ്ടാവും, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു മെന്റാലിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഒരു രീതിയിലേക്ക് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ. ഇവിടെ നമുക്കറിയാം നിരവധി ലീഡേഴ്സ് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ 101 ലീഡേഴ്സ് ഉണ്ട്. എത്ര പേര് സ്വന്തമായിട്ട് ഐഡിയ അടിക്കുന്നുണ്ട്? അതൊരു സ്കില്ലാണ്. എത്ര പേര് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്? അതൊരു സ്കില്ലാണ്. എത്ര പേർ 1-to-1 കൊടുക്കുന്നുണ്ട്? ഇത്തരം സ്കില്ലുകൾ നമ്മൾ ആർജിച്ചെടുക്കാത്തിടത്തോളം കാലം ഒരു വ്യക്തിക്ക് ലീഡറായിട്ട് മാറാനുള്ള ഒരു അർഹതയും ഉണ്ടാവില്ല. ഒരിക്കലും ഒരു സക്സസ് മെന്റാലിറ്റിയിലേക്ക് അദ്ദേഹം വരില്ല. ഒരിക്കലും ഒരു ഏർണിങ്സിലേക്ക് അദ്ദേഹം വരില്ല എന്ന് ഇതെടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇതൊക്കെ ചെയ്യുന്നവരാണ് എപ്പോഴും സ്റ്റേജിൽ കയറിയിട്ട് എനിക്ക് ഇത്ര വരുമാനം കിട്ടി, എനിക്ക് ഈ ആഴ്ച ഇത്ര വരുമാനം കിട്ടി, ഞാൻ ടോട്ടൽ ഇത്ര ഇൻകം വാങ്ങിച്ചു, ഞാൻ കോർ ടീം SIT കോർ മെമ്പർ ആണ് എന്ന് പറയുന്ന എത്ര പേര്? ആ പറയുന്നവരൊക്കെ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ. BOP എടുക്കും, ട്രെയിനിങ് എടുക്കും, വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യും, 1-to-1 കൊടുക്കും, ഐഡിയ അടിക്കും, ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വേണ്ടത് ഇതൊക്കെ ചേരുമ്പോഴേ പവർ വരൂ. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ എന്ന് നമുക്ക് സ്വന്തമായിട്ട് പറയണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങണം. എന്നാൽ മാത്രമേ ആ പവർ കംപ്ലീറ്റ് ആവൂ. അപ്പൊ ആ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. വേറൊന്ന് സ്പിരിറ്റ് ഓഫ് ഫ്രീഡം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഫ്രീഡം ഒരു ഇൻഡസ്ട്രിയിലും കിട്ടാത്തതാണ്, ഒരു ജോലി മേഖലയിലും കിട്ടാത്തതാണ് ഫ്രീഡം. നമുക്കൊരു ബിസിനസ് ഉണ്ട്, നിരവധി ബിസിനസ്സുകാരുണ്ട്. ബിസിനസ്സുകാർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ മേഖലയെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ഊണും ഉറക്കുമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അതൊരു വലിയ ബിസിനസ്സാണ്. ആ ബിസിനസ് എന്തെങ്കിലും പാളിച്ചകൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളിൽ ലോസാവും. ആ ഒരു പേടിയോടുകൂടിയാണ് ആ മേഖലയെ അവർ സംരക്ഷിക്കുന്നത്. അവിടെ ഫ്രീഡം ഇല്ല, പക്ഷെ അവർക്ക് മണി ഉണ്ടാവാം, ഫ്രീഡം കുറയും. ജോലി സ്ഥലത്ത് നമുക്ക് ഫ്രീഡം ഇല്ല. ജോലിക്ക് പോയാൽ ചിലപ്പോൾ ചില ആൾക്ക് മൊബൈൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബോസ് കണ്ടാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. അവിടെ ഫ്രീഡം നമുക്കില്ല. നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യണം, മറ്റേത് കഴിഞ്ഞ് അപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വിളി വരും, എവിടെ എത്തി, എന്താ എത്താത്തത്, അല്ലെ? അങ്ങനെയാണ്. അപ്പോ ആ ഫ്രീഡം നമുക്കില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏറ്റവും കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫ്രീഡം. നമുക്കൊരു ടീം ബിൽഡ് ചെയ്ത് നമുക്ക് പോകേണ്ട ഇടത്തിലൊക്കെ പോകാൻ പറ്റും, ടീമിന്റെ അടുത്ത് പോകാൻ പറ്റും, കല്യാണത്തിന് പോകാൻ പറ്റും, മറ്റ് പല മേഖലകളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവിടെ മൈൻഡ് സെറ്റ്, കാരണം മണി ഫ്രീഡം ഉണ്ടാവും, ടൈം ഫ്രീഡം ഉണ്ടാവും, എല്ലാ രീതിയിലും നമുക്ക് ഫ്രീഡം ഉണ്ടാവും. അതാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഗുണം. ഈ ഇൻഡസ്ട്രിയെ ഇത്രയും നന്നായിട്ട് ജനങ്ങളെ ഏറ്റെടുക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് വരുന്നത് ആ ഒരു ഫ്രീഡമാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ഫ്രീഡം വേണം, ഫ്രീഡം വേണം. ആ ഫ്രീഡത്തിലേക്ക് എത്താൻ എന്താ വഴി? അതിന് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ആണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. മറ്റേ നമുക്കൊന്ന് പറയാം, ഒരു പ്രൗഡ് ഓഫ് ടാക്സ് പെയർ ആണ്. നമ്മൾ ഒരു ടാക്സ് പെയർ ആയി മാറും. അതൊരു വലിയ കാര്യമല്ലേ? എന്റെ രാജ്യത്തിന്റെ വികസനത്തിന് ഞാൻ ഇന്ന് ഒരു 100 രൂപയുടെ പണി എടുത്തിട്ടുണ്ടെങ്കിൽ, 1000 രൂപയുടെ പണി എടുത്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒരു നിശ്ചിത % രാജ്യവികസനത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അത് ഏത് ജോലിക്കാരന് പറയാൻ പറ്റും? അത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ടാക്സ് പെയർ ആയി മാറും. ആ ഒരു പ്രൗഡ് നമുക്കുണ്ടാവും. അത് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലാണ് ഏറ്റവും കൂടുതൽ. ഓരോ ദിവസവും ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, ഓരോ സമയത്ത് ഇൻകം വാങ്ങുന്നു. അപ്പൊ ആ രീതിയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് നമ്മൾ രാജ്യവികസനത്തിന് വേണ്ടി നമ്മളുടേതായ ഒരു സൈനപ്പ് അവിടെ നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ബി എ റോൾ മോഡൽ. നമ്മൾ ഒരു റോൾ മോഡലായി മാറുന്നു എന്നുള്ളത് നമ്മൾ കാണാം, അല്ലെ? എന്താ പറയാ, മനോജ് സാർ, സേവിയർ സാർ, റാഫി സാർ, ഇതുപോലെ ഡാനി സാർ, അതുപോലെ നമ്മളെ വിനോദ്, ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു റോൾ മോഡലാക്കി എടുത്തുകൊണ്ട് നമ്മൾ വർക്കിൽ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരു റോൾ മോഡൽ
ഉണ്ടാകുമ്പോൾ ആ റോൾ മോഡലായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആർജിച്ചെടുക്കുക എന്നതാണ്. നമ്മൾക്ക് റോൾ മോഡൽ ആയാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ നമുക്ക് എന്തിനാ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലായിട്ട് അവരെ മൈൻഡില് ഞാനൊരു റോൾ മോഡൽ ആണ്, അതാവണം, അതിന് എന്തൊക്കെ വേണം, ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ആ ക്വാളിറ്റി നമ്മളിലേക്ക് ഉണ്ടാവുകയും നമ്മൾ പെർഫോമൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു റോൾ മോഡലായിട്ട് മാറും. സ്വയം റോൾ മോഡലാകും. സ്വയം റോൾ മോഡൽ ആയി കഴിഞ്ഞാൽ നമ്മളെ ടീം ആ രീതിയിലേക്ക് ഒരുപാട് ചേഞ്ചസ് വരും, ടീമിൽ ചേഞ്ചസ് വരും. ടീമിലുള്ള ഓരോ വ്യക്തികളെയും ആ രീതിയിലേക്ക്, ആ മൈൻഡ് സെറ്റിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ഒരു മർമ്മപ്രധാനമായ കാര്യമാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ. ഏകദേശം 9ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട്, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, നോ കോമ്പറ്റൻട്രി, ഓൺലി എ കോപ്പറേറ്റീവ് ടീം, അതേപോലെ ഗോൾ ഓറിയന്റഡ് മൈൻഡ് സെറ്റ്, ടീം സ്പിരിറ്റ്, സക്സസ് മെന്റാലിറ്റി, സ്കില്ല് സെറ്റ് ചെയ്യുക, സ്പിരിറ്റ് ഓഫ് ഫ്രീഡം, അതേപോലെ പ്രൗഡ് ടാക്സ് പെയർ ആവുക, അതേപോലെ ബി എ റോൾ മോഡൽ ആവുക. ഇതുപോലെ ഒരു 6C കോൺസെപ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവണം. 6C പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഏത് ട്രെയിനിങ് പോയാലും ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏത് പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്താലും അവിടെയൊക്കെ പറയൂലേ, കമ്മിറ്റ്മെന്റ്, ഡ്യൂപ്ലിക്കേഷൻ, ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാനിവിടെ പറയുന്നത് 6C ആണ്. അതിൽ ആദ്യത്തെ C എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. എന്താണ് കമ്മിറ്റ്മെന്റ്? നമ്മൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ കമ്മിറ്റ്മെന്റ് എല്ലാവരും പറയും പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്യണം, അല്ലേ? അപ്പൊ ഞാൻ പറയാം, ജീവിതത്തിൽ ഇന്ന് വരെ നേടാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഇറങ്ങുന്ന ആ ഒന്നിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു എഫേർട്ടിനെയാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ ഇതുവരെ ചെയ്ത ചിലപ്പോൾ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതോ മേഖലയിൽ ഒരു ബിസിനസ് ചെയ്ത ആളായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത എന്തോ ഒന്നാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെയോ പഠിക്കാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ പല ആക്ടിവിറ്റീസിലും പല കോച്ചുകളിലും നമ്മൾ എത്തുന്നുണ്ട്, പല ട്രെയിനിങ്ങുകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ അത് നേടിയെടുക്കാനുള്ള ആ ഒരു ത്വര നമ്മളിൽ ഉണ്ടാകുമ്പോഴുണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു കോൺസെപ്റ്റാണ്, ആ ഒരു രീതിയാണ് കമ്മിറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കമ്മിറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ C എന്ന് പറയുന്നത് കറേജ് ആണ്, ധൈര്യം. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, നമ്മൾ ആവേശത്തിൽ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഇറങ്ങി കുറച്ച് ആൾക്കാരെ എടുത്ത് പ്ലാന് പറഞ്ഞു. അപ്പൊ നമ്മൾ പുതിയ ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്ത് ഞാനിത് പറയണം, നിർബന്ധമാണ്, ഞാനിത് പറഞ്ഞിരിക്കണം, എന്നാലേ അദ്ദേഹത്തിനെ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയിക്കാൻ പറ്റും, ഈ പ്ലാനിനെ പറ്റി അറിയിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതൊരു കമ്മിറ്റ്മെന്റ് ആയി ഏറ്റെടുത്ത് ഞാൻ അയാളോട് പറഞ്ഞു. അതിന് നമുക്ക് കറേജ് ആവശ്യമാണ്. ഒരു പുതിയ വ്യക്തി കമ്മിറ്റ്മെന്റ് എടുത്തവർക്ക് കൂടുതൽ എന്തുണ്ടാവും, ധൈര്യം ഉണ്ടാവും. ആ ധൈര്യമാണ് നമുക്ക് എന്തിന് വേണ്ടത്. ഇതില് ധൈര്യം എന്ന് പറയുന്നത് പിന്നെ പേടിയില്ലാത്ത ഒരവസ്ഥ എന്നല്ല, പേടിയില്ലാത്ത ഒരവസ്ഥയല്ല ധൈര്യം. പേടിയുള്ള എന്തിനെ പറ്റിയാണോ അതിനെപ്പറ്റി നമുക്ക് ഒരു ഉൾഭയം അല്ലെങ്കിൽ പേടിയുള്ള സമയത്തും നമ്മൾ അത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് ധൈര്യം എന്ന് പറയുന്നത്. പേടിയുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നമുക്കറിയില്ല, അതിൽ എന്തൊക്കെ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ എന്നിട്ട് നമ്മൾ അത് പറയുന്നു, ഉള്ളിൽ നമുക്കുണ്ട് അയാൾ ഇന്നേത് ചോദിച്ചാലോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ട്, അയാളോട് പറയാൻ ഭാവിക്കുന്ന അല്ലെങ്കിൽ പറയാൻ തുടങ്ങുന്ന, അതിനെയാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത്. ആ ഒരു ധൈര്യം നമുക്ക് വേണം. ഈ ഒരു കമ്മിറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ആ ധൈര്യം നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. മൂന്നാമത്തെ C എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ഇവിടെ നോക്കേണ്ടത്
കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ഒരു ധൈര്യം സംഭരിച്ച് ആ ധൈര്യം നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ പ്രസന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരെ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കമ്മിറ്റ്മെന്റ് പ്രവർത്തിച്ചു തുടങ്ങിയ ആ ഒരു ധൈര്യം ഉണ്ടാവുകയും അതോടുകൂടി അദ്ദേഹത്തിന്റെ മൈൻഡ് ഷാർപ്പാകാൻ തുടങ്ങും, മൂർച്ചയുള്ളതാകാൻ തുടങ്ങും, വാക്കുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അവിടെ അദ്ദേഹത്തിന് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി ജനിക്കും എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് തോന്നും, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടി ആ രീതി, എന്റെ ഇരുത്തം ഇതുപോലെ പോരാ. അപ്പൊ അവിടെ അദ്ദേഹം തന്നെ ആ ഒരു ഇരുത്തത്തിനൊക്കെ ഒരു മാറ്റം വന്ന് പുതിയ രീതിയിലേക്ക് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ അവതരിപ്പിക്കാൻ തുടങ്ങും. ഈ ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് കമ്മിറ്റ്മെന്റോടുകൂടി ധൈര്യത്തോടുകൂടി അത് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല ക്രിയേറ്റിവിറ്റി നമ്മളിലേക്ക്, പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി. നിലവിൽ പഴയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റിവിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് AI പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ കണക്ട് ചെയ്യേണ്ടി വരും. ഇന്ന് നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷം സൂം, അതുപോലെ ഗൂഗിൾ മീറ്റ്, ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ അത് ഏറ്റെടുത്ത് അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അതിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവഡ് ആയി. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് മൂർച്ച കൂടും. ക്രിയേറ്റിവിറ്റി പുതിയ പുതിയ തലത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് അതിൽ സക്സസ് ആവാനുള്ള കൂടുതൽ എളുപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ക്രിയേറ്റിവിറ്റി എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം കാപ്പബിലിറ്റി. 4ാമത്തെ C എന്ന് പറയുന്നത് കാപ്പബിലിറ്റിയാണ്. ന്യൂ കാപ്പബിലിറ്റി ഗിവ്സ് യു ന്യൂ കോൺഫിഡൻസ് എന്നാണ്. ന്യൂ കാപ്പബിലിറ്റി ഗിവ്സ് യു ന്യൂ കോൺഫിഡൻസ്. കാപ്പബിലിറ്റി കൂട്ടുമ്പോൾ, നമ്മളെ അറിവ് കൂട്ടുമ്പോൾ, നമ്മളെ കഴിവ് കൂട്ടുമ്പോൾ, ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് അപാരമായി. കോൺഫിഡൻസ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ഒരു എന്താ പറയാ, ഒരു കരിക്കട്ട കൂടുതൽ കൂടുതൽ ഉരച്ചുരച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നല്ല വജ്രമാക്കി മാറ്റുന്നത് പോലെ, നല്ല തിളക്കമുള്ള കല്ലാക്കി മാറ്റുന്നത് പോലെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. ഈ ഒരു കോൺഫിഡൻസ് ലെവല് കറക്റ്റായിട്ട് കിട്ടിയാൽ നമ്മൾ ഒരു ലീഡറായി മാറും. ആ കോൺഫിഡൻസ് വരാത്തിടത്തോളം കാലം അപ്ലയൻസിനെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാറുന്നത്. ആ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പ്ലാന് കൊടുക്കാം, അല്ലേ? പ്രധാനമന്ത്രിക്കും പ്ലാന് കൊടുക്കാം, കളക്ടർക്കും പ്ലാന് കൊടുക്കാം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളൊരു നല്ലൊരു നെറ്റ്വർക്കർ കാണാൻ പോകുന്നു. ചില ആളുകൾക്ക് സാർ എന്തായാലും വരണം, അദ്ദേഹം ഒരു നെറ്റ്വർക്കർ. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു? ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ നെറ്റ്വർക്കറെ പോയി സമീപിക്കുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ല. അദ്ദേഹം എന്തു പറയും, എന്ത് ചോദിക്കും. അപ്പൊ അവിടെ എന്തില്ല, കമ്മിറ്റ്മെന്റിനോ കറേജിനോ ക്രിയേറ്റിവിറ്റിക്കോ അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇതിൽ മെയിനായിട്ട് വരേണ്ട ഒരു കാര്യങ്ങളാണ്, നമുക്ക് വേണ്ട ചില ഗുണങ്ങളാണത്. അപ്പൊ കാപ്പബിലിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എങ്ങനെ ഒക്കെ ഇത് കൂടുതൽ കിട്ടാൻ എന്തൊക്കെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാം, ആരെയൊക്കെ സമീപിക്കാം, അതിനെല്ലാം നമ്മൾ തയ്യാറായിരിക്കണം. ഇതിനൊന്നും ഒരു മടിയും കാണിക്കാൻ പാടില്ല, ഈ കോൺഫിഡൻസ് വർദ്ധിക്കാൻ വേണ്ടി. നമ്മൾ ചെറിയ സമയത്ത് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, കാര്യം ഇരുന്ന് ചവിട്ടി ഇങ്ങനെ അങ്ങ് പോവുക, അല്ലെ? നീന്തം പഠിക്കുമ്പോ കയ്യും കാലും ഇട്ട് തുഴഞ്ഞാൽ നീന്താം എന്നുള്ള, അവിടെ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് ആ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചപ്പോൾ നമ്മൾ അതെടുത്ത് ഒരു പേടിയും ഇല്ലാതെ കയ്യും വിട്ടിട്ട് കാല് പൊന്തിച്ചിട്ടൊക്കെ പോകുന്നത്, അല്ലെ? ആ രീതിയിലേക്ക് മാറും. അത് ആ കോൺഫിഡൻസ് ലെവൽ. അതുപോലെ നമുക്ക് ഇതില് എല്ലാ രീതിയിലുള്ള പ്രസന്റേഷനും എല്ലാ രീതിയിലുള്ള മോട്ടിവേഷനും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 6C നമുക്ക് പാലിക്കാം. ഇതിൽ കോൺഫിഡൻസ് 5ാമത്തെ C ആണ്. അതേപോലെ തന്നെ 6ാമത്തത് കണ്ടിന്യൂറ്റിയാണ്. 6ാമത്തെ C കണ്ടിന്യൂറ്റി, തുടർച്ച. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ തുടർച്ചയാണ് നടക്കേണ്ടത്. ഇത് കറക്റ്റ് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ലെവല് കറക്റ്റ് ആവും. ഞാൻ പറയാം, ഇതൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ 6ാമത്തത്
കണ്ടിന്യൂറ്റി കറക്റ്റ് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ സി കോൺഫിഡൻസ് ആണ്. നമുക്ക് കോൺഫിഡൻസ് കിട്ടും. കൂടുതൽ കൂടുതൽ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടും. കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ നാലാമത്തെ സി കാപ്പബിലിറ്റി ആണ്. കാപ്പബിലിറ്റി കൂടും. നമുക്ക് കാപ്പബിലിറ്റി കൂടുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ മൂന്നാമത്തെ സിയിലേക്ക് ക്രിയേറ്റിവിറ്റിയിലേക്ക് കടക്കും. അല്ലെ, കൂടുതൽ അറിവുകൾ, കൂടുതൽ കഴിവുകൾ നേടുമ്പോൾ കഴിവിന്റെ ആ ഒരു ഈ സ്ട്രക്ചർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റിവിറ്റിയും കൂടും. ഈ ക്രിയേറ്റിവിറ്റി കൂടുമ്പോൾ എന്തുണ്ടാവും? രണ്ടാമത്തെ സി കറേജ് ആണ്. നമുക്ക് കൂടുതൽ കറേജ് ലഭിക്കും. ക്രിയേറ്റിവിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം കൂടില്ലേ? അതുപോലെ നമുക്ക് ധൈര്യം കൂട്ടിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ സി ധൈര്യം കൂടി ഉണ്ടാകുമ്പോൾ കമ്മിറ്റ്മെന്റ് 100% ആവും. 100% കമ്മിറ്റ്മെന്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ചേർന്ന് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഒരു ഡയറക്റ്റ് സെല്ലർ ആണ്. ഞാനൊരു പവർഫുൾ ഡയറക്റ്റ് സെല്ലർ ആണെന്ന് ആരെ മുന്നിലും പറയാനും പ്രസന്റ് ചെയ്യാനും നമുക്ക് ഉള്ള കഴിവുണ്ടാവും. അതിനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. മൈൻഡ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് മൈൻഡ് കറക്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണം. ഇവിടെ നല്ല സഹകരണം ഉണ്ടാവണം. ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ചെയ്യണം. ടീമിന്റെ സ്പിരിറ്റ്, ടീം സ്പിരിറ്റ് വേണം. സക്സസ്ഫുള്ളി മെന്റാലിറ്റി വേണം. സക്സസ് മെന്റാലിറ്റി വേണം. സ്കില്ല് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടണം. പ്രൗഡ് ടാക്സ് പെയർ ആവണം. അതേപോലെ തന്നെ നമ്മൾ ഒരു മോഡൽ ആവണം, റോൾ മോഡൽ ആവണം. ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഈ കമ്മിറ്റ്മെന്റും കറേജും ക്രിയേറ്റിവിറ്റിയും കാപ്പബിലിറ്റിയും കോൺഫിഡൻസും നമുക്ക് കിട്ടും. കോൺഫിഡൻസ് കിട്ടിയാൽ മേലെ പറഞ്ഞത് കംപ്ലീറ്റ് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ 100% നമുക്ക് വിജയിക്കാം. ഇത് നമ്മളെ ടീമിനെ പഠിപ്പിക്കുക, ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, കണ്ടിന്യൂറ്റി പാലിക്കുക. അങ്ങനെ അതിലൂടെ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ബയോട്ടോറിയത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള ചെറിയ സമയത്തിനുള്ളിൽ നമുക്കും കോടികൾ അച്ചീവ് ചെയ്യാൻ പറ്റും. കോടികൾ അച്ചീവ് ചെയ്യാൻ പറ്റണം. കോടിയല്ല, കോടി ഇന്ന് നമുക്ക് വളരെ ചെറിയ ഒരു സംഭവമായി മാറി. ഇനി കോടികളാണ് നമ്മുടെ മൈൻഡിൽ വേണ്ടത്. ഓരോ സമയത്തും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ സക്സസിലേക്ക് മാറ്റി, സക്സസ് മെന്റാലിറ്റിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. അതിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ബിസിനസ് തന്നെ ചെറിയ, നമ്മളെ കമ്പനി തന്നെ പറഞ്ഞത് ഒരു വ്യക്തി വന്ന് 30 ദിവസത്തിനുള്ളിൽ നമ്മളെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫാമിലി ബോണസിനും ഒക്കെ കുറവ് വരും എന്ന് പറഞ്ഞു. അപ്പൊ 30 ദിവസം എടുത്ത് പരിശോധിച്ചാൽ വളരെ സിമ്പിൾ ആണ് ഒരാൾക്ക് ഒരു 100 PV-യും ഒരു 50 PV-യും എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്റെ ടീമിന്റെ ഡൗൺലൈൻ ഞാൻ ഒരു വ്യക്തിയെ 100 ക്രൈറ്റീരിയ ഒരു മാസം കൊണ്ട് ഫില്ല് ചെയ്തു. എന്റെ ജീനിയസിലും അതേപോലെ വിന്നേഴ്സിലും ഒരു മാസത്തിനുള്ളിൽ ക്രൈറ്റീരിയ വിഞ്ചിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസം അവരിലൂടെ വന്ന ടീമിനെ ഒരു മാസം കൊണ്ട് ക്രൈറ്റീരിയ വിഞ്ചിക്കും. ഇത് കറക്റ്റ് തുടർന്നു കഴിഞ്ഞാൽ ഒരു 1 ഇയർ കൊണ്ട് ഏകദേശം 50 ലക്ഷത്തിനടുത്ത് 60 ലക്ഷത്തിനടുത്ത് വരുമാനം വായിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ ഒരു വ്യക്തിയെ 30 ദിവസത്തിനുള്ളിൽ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുക. ഇനി 50 60 പോട്ടെ, മിനിമം 25 ലക്ഷം വരുമാനം ഗ്യാരണ്ടിയാണ്. നിങ്ങൾ അത് കൂട്ടി നോക്കിയാൽ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ, അതിന്റെ മൾട്ടിപ്പിൾ ഒന്ന് നോക്കിയാൽ മതി. വെറും ഒരു വർഷം കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് 1/2 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ അതിന് ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം എന്താ? ക്രൈറ്റീരിയ, ഒരു വ്യക്തി വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്, മീറ്റിങ്ങിനെ വിളിക്കുന്നുണ്ട്, അവിടെ വിളിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ക്രൈറ്റീരിയ ഫില്ല് ചെയ്തോ? അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്നത് വരെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം, അദ്ദേഹത്തിനെ കൊണ്ട് ലിസ്റ്റ് ചെയ്യിക്കണം, അദ്ദേഹത്തിനെ കൊണ്ട് ഹോം മീറ്റിങ്ങുകൾ, ഒരു 4 ഹോം മീറ്റിങ്ങുകൾ ഒരു മാസം കൊണ്ട്, ആഴ്ചയിൽ 1 വെച്ചിട്ട് ഒരു മാസം കൊണ്ട് 4 ഹോം മീറ്റിങ്ങുകൾ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ട് ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫില്ല് ചെയ്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരെ കൊണ്ടും അതേപോലെ തന്നെ ആ ടീമിന്റെ അടുത്ത സ്റ്റേജിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടും ചെയ്യിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓരോ വ്യക്തികൾക്കും ഇവിടെ ഒരു വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 25 ലക്ഷം രൂപ നമുക്ക് SIT-യുടെ കോർ മെമ്പർ ആയിട്ടെങ്കിലും മാറാം. അത്രയും സിമ്പിൾ ആണ് നമ്മളെ കമ്പനി ഓരോ ക്രൈറ്റീരിയയും വെച്ചത്. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇത്രയും നല്ല ഇൻഡസ്ട്രിയാണ് കിട്ടിയത്. ഇത്രയും പവർഫുൾ ആയ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എല്ലാവരും എത്തിയത്. അപ്പോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തായാലും എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചർച്ച ഞാനിവിടെ
നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജയ് ഇ ബയോട്ടോ. താങ്ക് യു വിജയൻ സാർ. താങ്ക് യു സർ. വളരെ ലളിതമായ ശൈലിയിൽ വളരെ വിശദമായി എന്താണ് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന് വിശദീകരിച്ചെന്നുള്ള വിജയ സാർ നമ്മളെ ഓരോരുത്തരെയും ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ കൈപിടിച്ച് ഉയർത്താൻ ഉള്ള വിജയ മന്ത്രങ്ങൾ ചൊല്ലിത്തന്ന പ്രിയപ്പെട്ട വിജയ സാറിനെ ഞാൻ വളരെ നമ്മുടെ ഈ സൂമിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ ഹാർദമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഈ സൂമിൽ പങ്കെടുത്ത ലീഡർമാരോട് എനിക്ക് ഒരു കാര്യം മാത്രമാണ് പറയാനുണ്ട്. കാരണം ഞാൻ ഈ ഇടക്കാലത്ത് നമ്മളെ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് ഇന്നത്തെ എൻ്റെ ഒരു തുടക്കം തന്നെയാണ്. ഞാൻ നാളെ എൻ്റെ ടീമിൽ നിന്ന് 5 പേരെ ഈ സൂം മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്യിക്കുന്നതായിരിക്കും. ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഇന്നിപ്പോ 100, 104, 106 പേരാണ് പങ്കെടുത്തെങ്കിൽ അടുത്ത ദിവസത്തെ സൂമില് ഒരു ട്രമൻഡസ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ ഈ പങ്കെടുത്ത 100 പേര് ഒന്ന് മനസ്സ് വെച്ചാൽ നാളെ നമുക്ക് ഇതിന്റെ ഡബിളാക്കി മാറ്റാൻ കഴിയും എന്ന വിശ്വാസം നമ്മൾ ഇന്ന് ഇവിടെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പ്രൂവ് ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ സൂമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബിസിനസ്സുമായി താല്പര്യപ്പെടുന്ന ഒരു 2, 3, 4, 5 ഞാൻ 5 പേരെ നാളെ എൻ്റെ ആ പങ്കെടുക്കുന്ന വ്യക്തികളുടെ പേര് ഞാൻ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ മനോജ് സാറിന് ഞാൻ അറിയിക്കുന്നുണ്ടായിരിക്കും. അതുപോലുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഈ ഒരു സൂം മീറ്റിങ്ങിൽ ഒരുപാട് ലീഡേഴ്സ് വന്ന് കഷ്ടപ്പെട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇത് കേട്ട് നമ്മളെ ബിസിനസ്സിന് ഏറ്റവും ശക്തമായ രീതിയിൽ, കാരണം വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ള കല്യാൺ ജ്വല്ലറിക്കാർ പറയുന്ന പോലെയുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഏത് വ്യക്തിയുടെ മുമ്പിൽ നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. നമ്മളെ ലീഡേഴ്സ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ അതായത് ഡയറക്ട് സെല്ലിങ്ങിലൂടെ കേരളത്തില് എല്ലാ മേഖലയിലും, കാരണം ഡയറക്ട് സെല്ലിങ് എന്താണെന്ന് കേരളീയർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മറ്റൊരു ട്രമൻഡസ് ആയിട്ടുള്ള ലീഡറാണ് നമ്മുടെ വിനോദ് സാറ്. ആ വിനോദ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എന്തായാലും വളരെ മനോഹരമായിട്ട് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് മനോഹരമായിട്ട് നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാകരൻ സാർ മേലൂർ. നമ്മൾ അറിഞ്ഞോ അറിയാതെയാണ് പലപ്പോഴും നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ആരെങ്കിലും നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റ് വാങ്ങി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തി പിന്നീട് ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിന്റെ ബിസിനസ്സായ ഡയറക്ട് സെല്ലിങ്ങിലേക്കാണ് കടന്നു വന്നിട്ടുള്ളതെന്നത് പിന്നീടാണ് അവർ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മേഖല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അയാളുടെ പേഴ്സണാലിറ്റിയെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വ വികാസത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്ന ഒരു മേഖല ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഈ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ മേഖലയിൽ കിട്ടുന്ന അറിവുകളും കഴിവുകളും, ഒരു കോർപ്പറേറ്റ് മേഖലയിൽ പോലും കിട്ടുന്ന കഴിവുകളും പരിശീലനങ്ങളും അറിവുകളും സ്കില്ലുകളും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ സമ്പൂർണമായ വളർച്ചയ്ക്ക് നിദാനമാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇറ്റ്സ് എ 100% നോളജ് ബേസ്ഡ് പ്രൊഫഷൻ. അറിവുകളിലൂടെ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്. അപ്പൊ വളരെയധികം അറിവുകൾ ഒരു വ്യക്തിക്ക് ഈ മേഖല വിജയിപ്പിക്കുന്നതിന്റെ ആവശ്യമായ ഇൻഡസ്ട്രിയുടെ പവർ മനസ്സിലാക്കി തരുന്ന നിരവധി പ്രോഗ്രാമുകൾ ഈ മേഖലയിലുണ്ട്. ഒരു വ്യക്തിയുടെ എന്താ പറയുക,
ജീവിതത്തിൽ വ്യക്തിത്വ വികാസത്തിന്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇനി വ്യക്തിത്വ വികാസം മാത്രമാണ് ഉണ്ടാവുക. ഈ മേഖലയില് മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കിട്ടുന്നതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഭൂരിഭാഗം ആളുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, പല ആളുകൾക്കും എന്തുണ്ട്, ഒരുപാട് സമയമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ സാമ്പത്തികമില്ലാത്ത ആളുകളാണ്. ദ റിയൽ ഫ്രീഡം ഈസ് ടൈം ഫ്രീഡം ആൻഡ് മണി ഫ്രീഡം. ആവശ്യത്തിന് സമ്പത്തും അത് എൻജോയ് ചെയ്യാനുള്ള സമയവുമാണ് യഥാർത്ഥത്തിൽ ഉള്ള ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻഡസ്ട്രി നമുക്ക് യഥാർത്ഥത്തിൽ തരുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട ഫ്രീഡംസ് ആണ്. ഒന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം, രണ്ട് സമയ സ്വാതന്ത്ര്യം. ഇത് രണ്ടും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കടലാണ്. ഈ കടലിൽ നമ്മൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പൂജയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരുമാനം നമുക്ക് നേടാൻ പറ്റും, വെള്ളം കോരാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയൊരു വാർപ്പിൽ നിന്ന് നമുക്ക് വെള്ളം കോരാൻ പറ്റും. ഒരു ബക്കറ്റിൽ വേണമെങ്കിൽ വെള്ളം കോരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വാർപ്പിൽ നമുക്ക് വെള്ളം കോരാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സക്സസ്ഫുൾ ലീഡേഴ്സ് പറയുന്നത്, ഇവിടെ ചെയ്യേണ്ടത് പൂജയിൽ നിന്ന് വെള്ളം കോരുകയോ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം കോരുകയോ അല്ലെങ്കിൽ വാർപ്പിൽ നിന്ന് വെള്ളം കോരുകയോ ഒന്നുമല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് അവിടെ നിന്ന് ഒരു പൈപ്പ് ലൈൻ കണക്ട് ചെയ്യണമെന്നും ഒരു മോട്ടോർ വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ വെള്ളം നിങ്ങൾക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയില് പ്രോപ്പറായ രീതിയിൽ അത്തരത്തിലുള്ള പാസീവ് ഇൻകം ജനറേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം നോളജ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മേഖലയിൽ വളരാനുള്ള സിസ്റ്റം നോളജ് നമുക്ക് ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നിരവധി പ്രോഗ്രാമുകളിലൂടെ ഈ മേഖലയെ വിജയിപ്പിക്കുന്നതിനായിട്ടുള്ള അറിവുകള് സിസ്റ്റത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻസ് ഉണ്ട്, NDO പ്രസന്റേഷൻസ്, ന്യൂ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നോളജുകൾ സെക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ ഡേ ബൈ ഡേ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള സിസ്റ്റം നോളജ് അദ്ദേഹത്തിന് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റം നോളജ് കിട്ടുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബന്ധങ്ങള്. ഇന്ന് ലോകത്ത് ആരൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ മേഖലയിൽ വിജയിച്ച ആളുകളെല്ലാം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ആളുകളുണ്ട്. ഇവിടെ ആളുകളുമായി ബന്ധപ്പെടുന്ന ബിസിനസ്സാണ്. ആളുകളുമായി ബന്ധപ്പെടുന്ന ഈ ബിസിനസ്സിൽ നമ്മളുടെ ഏറ്റവും വലിയ മാസ്റ്റർ സ്കില്ലുകളിൽ ഒന്നാണ് ആളുകളുമായി ഇടപെടാനും ആളുകളെ കൈകാര്യം ചെയ്യാനും ആളുകളെ മാനേജ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. അപ്പൊ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരികയും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഉള്ള കഴിവും സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും അതെങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ അൾട്ടിമേറ്റ് ലെവൽ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. ആളുകളെ കൈകാര്യം ചെയ്യുക. ആരാണ് ഡയറക്ട് സെല്ലിംഗിലെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ മാനേജ്മെന്റ് ഈസ് നോട്ട് ടഫ്, നോട്ട് ഈസി. ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം എന്നുള്ളതല്ല, എന്നാൽ എളുപ്പമുള്ള കാര്യങ്ങളല്ല. മനുഷ്യരെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആ മേഖലയിലുള്ള അറിവും സ്കില്ലുകളും ഈ മേഖലയിൽ വിജയിക്കുന്നതിന് വേണ്ടി ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്ലസ് ഈ ലോകം മുഴുവനും നമുക്ക് കാണാനുള്ളൊരു അവസരം. ഡയറക്ട് സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൊടുത്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലോകമാണ്. ഇന്ന് ലോകത്തുള്ള
800 കോടി ജനങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത്. അതിന് പവർഫുൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റും CMD സാഗർ ജോഷി സാറും നമ്മുടെ മുന്നിലുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ബയോട്ടോറിയം നമുക്ക് തന്നിട്ടുള്ളത്. യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളും ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ബയോട്ടോറിയം നാളെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് ലോകം മുഴുവൻ പുതിയ ഓഫേഴ്സും ടൂറുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ലോകം മുഴുവൻ നിങ്ങൾക്ക് സഞ്ചരിക്കാനും ലോകം മുഴുവനും നിങ്ങൾക്ക് കാണാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ മേഖലയിൽ കിട്ടുന്ന അറിവുകളും കഴിവുകളും ഒക്കെ ഉപയോഗപ്പെടുത്തുകൊണ്ട് ഒരു മികച്ച പേഴ്സണായിട്ട് മാറാനായിട്ട് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതോടൊപ്പം നല്ല ടീമിനെയും ലീഡേഴ്സിനെയും വാർത്തെടുക്കാനും ഈ ബിസിനസിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്ന ലീഡർഷിപ്പ് ക്രിയേഷൻ ആണെന്നും ആ ലീഡേഴ്സിനെ വാർത്തെടുക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വളരെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ ഈ മേഖലയെ കുറിച്ചിട്ടുള്ള അറിവ് വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ മേഖലയെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ വിജയൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സൂൺ ഇവിടെ കൺക്ലൂഡ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഈ ബയോട്ടോറിയം. Thank you.